നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ മിത്രാത്മജനാണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും പരിചിതമാണ്. എന്ന് വെച്ചാൽ എം തിയറി അല്ലെങ്കിൽ സൂര്യ സിദ്ധാന്തം, അതിലൂടെ താങ്കൾ ഒരുപാട് പ്രശസ്തനാണ് അല്ലേ? അതിലൂടെ പ്രശസ്തി ആർജിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് പേരെ എം തിയറി പഠിപ്പിക്കുന്നു, ക്ലാസ്സുകൾ എടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ താങ്കളുടെ ശിഷ്യന്മാരായിട്ട് കുറേ വില പൊരുത്തവും കാര്യങ്ങളൊക്കെ നോക്കി പോരുന്നു. അങ്ങനെ അതൊരു വലിയൊരു ശാഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് താങ്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിക്കുക അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലൂടെ ആളുകൾക്ക് എന്താ പറയുക, ശരിക്കും ഒരു ക്ലിയർ കട്ടായിട്ട് അവരുടെ ജീവിതം എങ്ങനെ പോകണം, എന്ത് തൊഴിൽ ചെയ്യണം, ആരെ വിവാഹം ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം വലിയൊരു പാചക കലാകാരനും കൂടെയാണ്. പാചകത്തിലും വളരെയധികം പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിസയും ബർഗറും ഐസ്ക്രീമും ഒക്കെ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ച് പല പല ഷോപ്സ് ഇട്ട് അതെല്ലാം കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല മേഖലകളിലായിട്ട് താങ്കൾ അങ്ങനെ എന്താ പറയുക ബിസി ആയിട്ട് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമുക്കിങ്ങനൊരു സംസാരിക്കാനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പം എം തിയറി പ്രകാരം, അതായത് സൂര്യ സിദ്ധാന്തം വഴി താങ്കൾ ഓരോരുത്തരുടെ ജാതകം ഡീകോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ആത്മാവിനെ ഡീകോഡ് ചെയ്ത കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ജാതകം ഡീകോഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒത്തിരിയും ആൾക്കാർ ചോദിക്കുന്ന അവരുടെ വിവാഹത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അതായത് സിംഗിളായിട്ട് ജീവിക്കുന്നതായിരിക്കുമോ നല്ലത്, അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ ആരെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഏത് ജോലിയുള്ള കുട്ടിയെ കെട്ടണം, എവിടെ നിന്നുള്ള കുട്ടിയെ കെട്ടണം, എല്ലാ കാര്യങ്ങളും പൊതുവേ ചേർന്ന് പോവുമോ, അതായത് നാളെ ഡിവോഴ്സായി പോവുമോ, വെറുതെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഭയമാണ് വിവാഹം ചെയ്യാൻ. എന്ന് വെച്ചാൽ ഒരുപാട് ഡിവോഴ്സ് കേസസ് നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പം ജാതകം ചേർന്ന് പോയാൽ മാത്രമേ നമുക്കതിൽ നിന്നുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ വിവാഹം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമാണ്. പിന്നെ മൊത്തത്തിൽ ജീവിതം താളം തെറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. അപ്പം വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകത്തിൽ ഡീകോഡ് ചെയ്യുമ്പം അവർക്ക് യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണോ നല്ലത് എന്നൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ വിവാഹത്തെ പറ്റി താങ്കൾ എം തിയറി വഴി ഡീകോഡ് ചെയ്ത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയൊരു കൈ പൊള്ളുന്നൊരു മാറ്ററാണ് ചേച്ചി ചോദിച്ചത്. വലിയൊരു ക്വസ്റ്റ്യനാണ്. സോ എന്തായാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാം. ഈ വിവാഹം അല്ലെങ്കിൽ തമിഴിലെ തിരുമണം എന്ന് പറയും. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന സംഭവം, ദാമ്പത്യം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി 20 വർഷം അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്ന് പിന്നെ ഒരു 50 കൊല്ലം ഭർത്താവിൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ട് ജനം കാണുന്നു. ചില ആളുകൾ വിവാഹത്തിനെ പല രീതിയിൽ വൽക്കരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വിവാഹത്തിലേക്ക്, അതായത് ഈ ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ പൊരുത്തം നോക്കാൻ വേണ്ടി ഇത്രയും കാലം നമ്മൾ ഇറങ്ങിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ പൊള്ളുന്നൊരു മാറ്ററാണ്. കാരണം എന്താ പറയുക, എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പൊരുത്തം നോക്കിയത് ഏത് പണിക്കരാ? ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്. ചേരാതെ വലിച്ചെറിഞ്ഞ ജാതകം പോലും നടത്തിയ കേസുകളുണ്ട്. അല്ല അതുണ്ട്. അതല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനോടും അമ്മോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജാതകം ഏത് പണിക്കരാന്ന്. നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല, ആ പണിക്കരാണ് തല്ലേണ്ടതെന്ന് ഞാൻ ചെറുപ്പത്തിൽ പറയാറുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഈ പണിക്കര് അല്ലെങ്കിൽ ജാതകം നോക്കുന്നത് ഇതൊന്നും ഒരു ശരിയല്ല, കറക്റ്റായ റൂട്ടിലല്ല ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പുണ്ട്. കാരണം എൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് 3500 മുകളിൽ വന്നപ്പോൾ അതിൽ കുറച്ചൊരു ബുക്കുകൾ കിട്ടാത്ത ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അത് മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 3500 അപ്പോയിൻമെന്റും കഴിഞ്ഞ് ഇന്ന് എൻ്റെ ബുക്കിംഗ് എന്ന് പറയുന്നത് 2026 മെയ് മാസത്തേക്ക് ബുക്കിംഗ്. അതിന് സ്റ്റാഫിനെ റെഡി ആക്കിയിട്ട് മാനേജർമാർ സ്റ്റാഫ് എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ട് ഇതുപോലെ ഒരുപാട് ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അലക്സഞ്ജന വ്ളോഗ്സിലാണ് ആദ്യമായിട്ട് വന്നത് അതുകൊണ്ട് ഈ ചാനലും ഞാനും വളർന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ ചാനൽ വന്നിട്ട് തന്നെയാണ് ഉപകാരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ചാനലിന് ഒരുപാട് നന്ദി പറഞ്ഞത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്. എൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ 3500 അപ്പോയിൻമെന്റിൽ ഡിവോഴ്സ് കേസ് തന്നെ എനിക്കൊരു 1000-ന് മുകളിൽ വന്നിട്ടുണ്ട്. ചില സ്ത്രീകൾ 3 കല്യാണം കഴിച്ച് 4ാമത്തെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം വിവാഹത്തെ കുറിച്ച് ഞാൻ പറയാതിരുന്നതല്ല, കാരണം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് റിസർച്ച് ഒരു പരിധി വരെയായി. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഒരു ആസ്ട്രോളജി മാഷും കൂടെ, അധ്യാപകനും കൂടെ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ 300ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ ഏകദേശം 200ഓളം സ്റ്റുഡൻസ് ഓൾറെഡി പിക്കപ്പ്, അതായത് അവരിപ്പോൾ ഓൾറെഡി ട്രെയിൻഡ് ആയി കഴിഞ്ഞു. ലൈവിൽ എൻ്റെ ചാനലിൽ ലൈവ് വിളിക്കുമ്പോൾ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാനല്ല പറയുന്നത്, അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ലൈവിൽ കാണുമ്പോൾ അപ്പോൾ അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്. സോ ഇനി വിവാഹത്തിലേക്ക് വരാം. നമ്മുടെ ഗ്രഹനില പ്രകാരം, അതായത് 12 കള്ളി ഉണ്ടല്ലോ,
ഈ 12 കള്ളിയിൽ രാഹു മാസാന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതെന്താന്ന് ആർക്കും അറിയില്ല. കുറേ പേർക്ക് ഇപ്പോൾ കുറേ പേര് പഠിച്ചിറങ്ങി. അത് നോക്കിയിട്ട് ഒരിക്കലും ഒരു വ്യക്തി കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ജാതകം നോക്കിയിട്ട് ഒരാൾ കോടീശ്വരനാവോ ദരിദ്രനായിട്ട് മരിക്കുമോ എന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് പറയും അതെങ്ങനെ പോയി, ഇപ്പോൾ അങ്ങനെ നാട്ടിൽ ഒരുപാട് പ്രമുഖന്മാരുണ്ടല്ലോ, വലിയ വലിയ ആളുകളുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പറയും ശരിയാണ്, ഉണ്ട്, പറ്റും. അവർ ജാതകം നോക്കിയിട്ടല്ല പറയുന്നത്. അവർക്ക് സിസ്റ്റം വേറെ ഉണ്ട്. താമ്പൂല പ്രശ്നം, മഷിനോട്ടം, ആരൂഢം, പലക, കവടി. ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ജാതകത്തിൻ്റെ 12 കള്ളി നോക്കിയിട്ട്, ജാതകം നോക്കിയിട്ട് ഒരു വ്യക്തി, ഇപ്പോൾ ചേച്ചിക്ക് ഒരു മകളുണ്ടായി, മകൾക്ക് ഒരു മകളുണ്ടായി, ചെറിയ കുട്ടി ജനിച്ചു, 1 വയസ്സായി. ഈ കുട്ടിയുടെ ജാതകം ഒരു പണിക്കരെടുത്ത് കൊണ്ടുപോയാൽ ഈ കുട്ടി കല്യാണം കഴിക്കും, ഉറപ്പായിട്ട് കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല എന്ന് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അല്ലെങ്കിൽ കോടീശ്വരി ആകും, ദരിദ്രനാവെന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ടും, പണം ഉണ്ടാക്കുന്നതും വിവാഹവും തമ്മിൽ, ജാതകവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ എപ്പോഴും ജാതകം നോക്കിയാണല്ലോ ഈ കല്യാണം. തീർച്ചയായിട്ടും. യെസ്. നമ്മുടെ തിയറിയിൽ ജാതകമല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമ്മൾ കർമ്മമാണ് നോക്കുന്നത്. കർമ്മയാണ് നോക്കുന്നത്. ഉദാഹരണം, ഒരു പുരുഷൻ, ഞാൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ചേച്ചി സ്ത്രീ ആയിട്ടുണ്ട്, ആണും പെണ്ണുമായിട്ട് ഒരുപാട് പേരുണ്ട്, ആണിനും പെണ്ണിനും മിക്സ് ആയിട്ട് വരുന്ന അവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിലും ഒരു സ്ത്രീ ഉണ്ട്, ചേച്ചിയുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ട്. സോ നമ്മുടെ, അതായത് അർദ്ധനാരീശ്വരൻ എന്ന് പറയും, ശിവപാർവതി തത്വം. സോ വലത് കണ്ണ് സൂര്യനും ഇടത് കണ്ണ് ചന്ദ്രൻ, അങ്ങനെ പറഞ്ഞിട്ട് ബോഡി 2 പാർട്ടാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഒരു ബോഡിയുടെ ഒരു പകുതി സ്ത്രീയുടെ എനർജിയിലും വർക്ക് ചെയ്യുന്നു, ഒരു പാർട്ട് പുരുഷന്റെ എനർജി. അതാണ് ആദം ഹവ്വ. ഈ ആദം ഹവ്വ എന്ന് പറയുന്ന സിസ്റ്റം, ഇത് ബൈബിളിലുള്ള ആദം ഹവ്വ എന്ന് പറയുന്ന സിസ്റ്റം ഇത് തന്നെയാണ്. മരം എന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്നാടി നട്ടലാണ്, അതിൻ്റെ ഉള്ളിലുള്ള പാമ്പാണ് ഇടനാടി, പിങ്കളനാടി പാമ്പ്, സ്നേക്ക്. അതിലുള്ള ജ്ഞാനത്തിൻ്റെ പഴമാണ് തേടൈ പോലുള്ള അവിടെ ഇരിക്കുന്ന ചെറിയൊരു കടുകുമണി പോലുള്ള സംഭവം, ജ്ഞാനത്തിൻ്റെ പഴം. അപ്പം ഇതുമായിട്ട് ഈ ആദം ഹവ്വ എന്ന് പറയുന്നത് 2 വ്യക്തികളല്ല, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള കൺസെപ്റ്റാണ് ഈ സാധനം. അപ്പോൾ ബൈബിളിലും ഖുറാനിലും എല്ലാത്തും എഴുതി വെച്ചതുപോലെ ഒരു ആണിന് ഒരു സ്ത്രീ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇത് വായിച്ചു പോന്നിട്ടുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യം തന്നെ. പക്ഷെ ഇന്നത്തെ തലമുറ എങ്ങനെയാണ്? ഓൺലൈൻ ലിവിങ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആ രീതിയിലേക്കാണ്. കല്യാണം കഴിക്കുന്ന ആഗ്രഹ തലമുറല്ലേ, എന്തുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കാതെന്ന് അറിയും? ഇതിന് റീസൺ ഉണ്ട്. ശ്രദ്ധിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് എൻ്റെ അച്ഛനമ്മയും കല്യാണം കഴിച്ചത് എൻ്റെ അച്ചാച്ചൻ അമ്മാമ്മ നിർബന്ധിച്ചിട്ട്, അവരങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനോടമ്മ നിങ്ങൾ എന്തിനാ കല്യാണം വെച്ചാൽ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അത്ര വിവരം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് 18 വയസ്സായിരുന്നു, ചെറിയ കുട്ടികളായിരുന്നു, ഞങ്ങൾക്ക് അതിന് ബോധമില്ല, പിടിച്ച് കെട്ടിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്ന വാദങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന യുവതലമുറ എന്താ ചിന്തിക്കാന്നറിയോ? എൻ്റെ അച്ഛനമ്മയും നാട്ടുകാരും വീട്ടുകാരും പണിക്കന്മാരൊക്കെ നിർബന്ധിച്ച് കെട്ടിച്ച്, അപ്പം ഞാൻ ബുദ്ധിമാനായി ഞാൻ എന്ത് ചെയ്യണം? വീട്ടുകാരുടെ നിർബന്ധത്തിന് കെട്ടണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കെട്ടാം. അതായത് എനിക്ക് പ്രായമാവട്ടെ, എനിക്ക് പണം ഉണ്ടാവട്ടെ, എനിക്ക് കാശുണ്ടാവട്ടെ, എനിക്ക് ജോലി ഉണ്ടാവട്ടെ, ഞാൻ വിദേശത്ത് പോട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നൊരു തലമുറയാണ് ഇന്ന്, അല്ലേ? പക്ഷേ എൻ്റെ അടുത്ത ചോദ്യമുണ്ട്. ഇപ്പം ഈ നീട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ കല്യാണം ഇപ്പം നടക്കുന്നുണ്ടല്ലോ, കുറേ പേരെ കല്യാണം, അതിൽ കുറേ പേര് ഡിവോഴ്സായിട്ട് ഇപ്പോൾ വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക്. ഇവരുടെ മക്കൾ എന്ത് പറയും? ഇവരുടെ മക്കൾ ഇത് തന്നെ പറയും, ഇല്ലല്ലോ വിവാഹം വേണ്ടെന്ന് പറയും. അല്ല, ഇവരുടെ മക്കൾ എന്ത് പറയും? ഇവരുടെ മക്കൾ, അടുത്ത തലമുറയുള്ള പിള്ളേർ എന്താ പറയുന്നത് അറിയോ? ഇനി ഇപ്പോൾ ജനിക്കുന്ന, ഇപ്പോൾ 10 വയസ്സ് 10 വയസ്സുകൾ ഉള്ള പിള്ളേർ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ 20 വയസ്സാവില്ല അവർക്ക്. അവരെന്ത് പറയുന്നറിയോ? നിങ്ങളുടെ അച്ചാച്ചനും അമ്മാമ്മയും, അതായത് എൻ്റെ അച്ചാച്ചനും അമ്മാമ്മയും കല്യാണം കഴിച്ചത് വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ, അതായത് എൻ്റെ അച്ഛനമ്മയായ നിങ്ങൾ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് ലൈറ്റ് മാരേജ് 10-30 വയസ്സൊക്കെ ആയിട്ട് കല്യാണം വെച്ചത്. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നം. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊരു പെൺകുട്ടി ഒരു ആൺകുട്ടി ചോദിക്കില്ലേ? രണ്ടും പറ്റില്ല. അവിടെ അതായത് നെക്സ്റ്റ് ജനറേഷനാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഈ ജനറേഷൻ അല്ല പ്രശ്നം വരുന്നത്. നമ്മൾ തിയറി എന്ന ഒരു സിദ്ധാന്തം ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇനി വരുന്ന അടുത്ത തലമുറ, ആഫ്റ്റർ 10 ഇയർ, 10 വർഷം കഴിഞ്ഞ് വരുന്ന തലമുറ ചോദിക്കും, അച്ചാച്ചനമ്മയും നിർബന്ധിച്ച് കെട്ടി, നിങ്ങൾ ഇഷ്ടപ്പെട്ട് കെട്ടി, അച്ചാച്ചനമ്മയ്ക്കും പ്രശ്നം, നിങ്ങൾക്കും പ്രശ്നം, പിന്നെ ഞാൻ എങ്ങനെ കിട്ടും? അവിടെയാണ് സിദ്ധാന്തം, തിയറി. അവിടെയാണ് ഇവിടെ ലോകത്ത് ആരാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് ജീവിതം എങ്ങനെയാണ്, ലൈഫ് എങ്ങനെയാണ്, ലൈഫിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഭാര്യ എങ്ങനെ വരും, ഭർത്താവ് എങ്ങനെ വരുന്നുള്ള സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് നാളെ എൻ്റെ തിയറി ഫോളോ ചെയ്യാം, വേറൊരാളെ ഫോളോ ചെയ്യാം, ചിലപ്പോൾ നാളെ വിവാഹം പൊരുത്ത് നോക്കുന്ന കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള വേറെ ആൾ വരാം, വാട്ടെവർ. പക്ഷേ അടുത്ത തലമുറ തീർച്ചയായിട്ടും
വ്യക്തമായിട്ടൊരു പണിക്കരെയോ ഒരു ജാതകം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നോക്കിച്ചിട്ട് മാത്രമേ അവർ കല്യാണം കഴിക്കും. കാരണം എന്താ, ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം, എല്ലാ പിള്ളേരും യുവത്വം, അതായത് 20 വയസ്സ് 22 വയസ്സ് 23 വയസ്സായ എല്ലാ പിള്ളേരും പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഈ ചെക്കനും പെണ്ണ് ഞങ്ങൾ രണ്ടുപേരും ചേരുമോ എന്നറിയാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നുണ്ട്. കാരണം എൻ്റെ അടുത്തൊന്നും ഒരുപാട് പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, എത്ര 20 22 വയസ്സുള്ള പ്രേമിക്കുന്ന പിള്ളേർ ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല നല്ലൊരു പണിക്കരെടുത്ത് എങ്ങനെ പോകണം, അല്ലെങ്കിൽ പണിക്കർ ആരാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു നല്ല പണിക്കരുണ്ടോ എന്ന് അവർക്കറിയില്ല. ആ സമയത്താണ് നമ്മൾ ഈ ഒരു പുതിയ സിദ്ധാന്തം എടുത്തുകൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒരു സ്വഭാവം, കല്യാണത്തിന് ശേഷം വേറെ സ്വഭാവം. അതായത് ഉദാഹരണം പറയാം, ഒരു പെൺകുട്ടി ആരായാലും ഒരു കാമുകി എന്ന് വിചാരിച്ചു, സ്വന്തം കാമുകന്, അതായത് കാമുകന് മദ്യം മേടിക്കാൻ, മദ്യം വാങ്ങാൻ വേണ്ടി കയ്യിലുള്ള സ്വർണ്ണമോതിരമോ സ്വർണ്ണവളയോ മാലയോ വേണമെങ്കിൽ പണയം വെച്ചിട്ട്, അത് വീട്ടുകാരുണ്ടാക്കി കൊടുത്ത ഈ സ്വർണ്ണമോതിരം മാലയും വേണമെങ്കിൽ പണയം വെച്ചിട്ട് കാമുകന് വേണമെങ്കിൽ മദ്യം മേടിച്ച് കൊടുക്കാൻ, അതായത് കൂട്ടുകാരന്മാരുടെ കൂടെ ആർമാദിക്കാനും ടൂറ് പോകാനും ഫ്രണ്ട്ഷിപ്പിനും ടൂറ് പോകാനും കല്യാണത്തിൻ്റെ തലേദിവസം ആർമാദിക്കാനും പണം വേണമെങ്കിൽ കൊടുക്കും. ശമ്പളത്തിൻ്റെ പൈസയും ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കൊടുക്കും. ആര്? ഒരു കാമുകി. പക്ഷേ ആ കാമുകി ഭാര്യയായി കഴിഞ്ഞാൽ സമ്മതിക്കില്ല. എന്തുകൊണ്ടാ? എന്താ റീസൺ? എന്താ സമ്മതിക്കില്ല? സ്വഭാവം മാറിയെന്ന് പറഞ്ഞില്ല. അത് അവിടെയാണ് പല ആളും ഡൗട്ട്. അതാ പല ആണുങ്ങളും എന്നെ വന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, എനിക്ക് 11 കൊല്ലം ഞങ്ങൾ പ്രേമിച്ച്, 11 കൊല്ലം ഞങ്ങൾ എല്ലായിടത്തും പോയി, വീട്ടുകാരൊക്കെ അറിയാം, നാട്ടുകാർക്ക് അറിയാം, ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ടുള്ള പരിചയമാണ്. 11 വർഷം കഴിഞ്ഞ് ഞങ്ങൾ താലി കെട്ടി 3ാമത്തെ മാസം 2 പേർക്കും പറ്റുന്നില്ല, ഡിവോഴ്സ് ആകാൻ പോവാന്ന്. ആൾക്ക് ഡിവോഴ്സ് ആവുന്നതല്ല പ്രശ്നം, എന്തുകൊണ്ടാണ് 11 വർഷം അവളുടെ കൂടെ നടന്നിട്ടും ഫാമിലിയുടെ കൂടെ നടന്നിട്ടും ഇടപെട്ട് എന്തുകൊണ്ട് ആ കുട്ടിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ഉള്ള സംശയത്തിൻ്റെ പുറത്താണ് എൻ്റെ അടുത്ത് വന്നത്. ജാതമൊക്കെ വന്നല്ല. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അതേപോലെ ഒരു പുരുഷൻ തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, വള മേടിച്ചു കൊടുക്കും, മാല മേടിച്ചു കൊടുക്കും, കമ്മൽ മേടിച്ചു കൊടുക്കും, പാർക്കിൽ പോവും, ബീച്ചിൽ പോവും, ലോഡ്ജിൽ പോവും, പല സ്ഥലത്തും പോവും. അതേ പുരുഷൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യനോട് പുറത്തു പോകണം, നീ എവിടെ നിന്നിരുന്നേ, നീ എവിടേക്ക് പോകണം, സിനിമയൊക്കെ ഉണ്ടാകുന്നേ. അപ്പോൾ ഈ പെണ്ണ് ചോദിക്കും, അല്ല നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നല്ല എന്നോട് പറഞ്ഞത്, കല്യാണത്തിന് മുമ്പ് എന്നെ പാർക്കിൽ കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി, എന്തുകൊണ്ട് വിവാഹത്തിന് ശേഷം കൊണ്ടുപോകുന്നില്ല എന്നുള്ള ലോജിക്ക് ഇന്നും ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അറിയില്ല. കാമുകി എന്തുകൊണ്ട് മാറി? കാമുകി മദ്യം മേടിക്കാൻ പൈസ തന്നു, പക്ഷെ ഇന്ന് കൂട്ടുകാരന്മാരോട് പുറത്തു പോകാൻ പാടില്ല, എന്തുകൊണ്ട് റൂള് വെക്കുന്നു എന്നുള്ള ഈ ലോജിക്ക് ഇന്നുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ ഇല്ല. അവിടെയാണ് നമ്മുടെ തിയറി എടുത്തുകൊണ്ടുവരുന്നത്. നമ്മുടെ തിയറിയുടെ പ്രത്യേകത എന്താ? ദാറ്റ് മീൻസ് കർമ്മ. അതായത് നിങ്ങൾ താലി കെട്ടുന്നത് എപ്പോഴാണോ, നിങ്ങളുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുഖിച്ച് നിങ്ങൾ എപ്പോഴാണോ താലി എടുത്ത് കെട്ടുന്നത്, ആ സമയം മുതൽ നിങ്ങൾക്ക് ഗോഡിൻ്റെ, അതായത് മുകളിൽ നിന്നുള്ള കർമ്മ വർക്ക് ചെയ്യും. അതുവരെ കർമ്മ വർക്ക് ചെയ്യില്ല താലി. അപ്പോൾ വിദേശ രാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ലിവിങ് ടുഗദറിൽ കുറേ പേര് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ചോദിക്കും, വിദേശത്തൊക്കെ 2-3 കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, ബിൽഗേറ്റ്സ് അല്ലെങ്കിൽ എലോൺ മസ്ക്, ഇങ്ങനെ ഇപ്പോൾ കുറേ ആളുകൾ 2-3 കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് പറയും. അവരും ഇതുപോലെ തന്നെയാണ്. എങ്ങനെ അവർ ഡിവോഴ്സായി, ആ പെണ്ണ് വേറെ തന്നെ കെട്ടും, ഇവർ വേറെ തന്നെ കെട്ടും. അതങ്ങനെ മാറി മാറിപ്പോവും. നമ്മുടെ നാട്ടിൽ ആ സമ്പ്രദായം ഇപ്പോഴും ആയിട്ടില്ല. പെട്ടെന്ന് ഡിവോഴ്സായിട്ട് വേറെ കെട്ടുക അങ്ങനെ ആയിട്ടില്ല. ഇനിയും കാലം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലമുറ, ഇപ്പോഴത്തെ തലമുറ, എൻ്റെ പോലുള്ള തലമുറ ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ താലി കെട്ടാതെ ലിവിങ് ടുഗദർ ആണെങ്കിലും ഇതേ കർമ്മയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ലിവിങ് ടുഗദർ വർക്ക് ചെയ്യുന്ന സമയത്ത്, ലിവിങ് ടുഗദർ ഇരിക്കുന്ന സമയത്ത് കർമ്മ വർക്ക് ചെയ്യില്ല. 2 സെപ്പറേറ്റ് ആണ്, ഇവരൊന്നായിട്ടില്ല. അതാണ് ഇതിനെ വിളിക്കുന്നതാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. പ്രകൃതി ഒരു സിഗ്നേച്ചർ, ഒരു ബന്ധം. അതായത് കർമ്മ ട്രാൻസ്ഫർ ചെയ്യുന്നത് 3-4 വഴികളിലൂടെയാണ്. ഒന്ന് ഭൂമി, നമ്മൾ അച്ചാച്ചൻ്റെ ഭൂമി നമുക്ക് കിട്ടുന്നു, അച്ഛൻ്റെ ഭൂമി നമുക്ക് വരുമ്പോൾ അവരെങ്ങനെയാണോ ആ ഭൂമി ഉണ്ടാക്കിയത് ആ കർമ്മം കൂടി നമുക്ക് ട്രാൻസ്ഫർ ആവും. 2 പ്രണയത്തിലൂടെ. പ്രണയം എന്ന് പറയുന്നത് വാക്കാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ജീവിക്കാം, നീ എൻ്റെ കൂടെ ജീവിക്കുന്ന വാക്ക്. ആ പ്രണയം പറ്റിച്ചു പോകുന്നുണ്ടല്ലോ, ആ പറ്റിച്ചു പോകുമ്പോഴും കർമ്മ ട്രാൻസ്ഫർ ആവും. പിന്നെ കർമ്മ ട്രാൻസ്ഫർ പണം. അപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ എന്താ? ഈ വാക്ക് കൊടുക്കൽ, എഗ്രിമെൻറ്റ്. ഇപ്പം നിനക്ക് ഞാൻ ഇന്നത് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു, അതും കർമ്മ ട്രാൻസ്ഫർ ആവും. പിന്നെ പണം, കടം മേടിക്കുന്നതിലൂടെ, പൈസ, ലോണുകൾ, കടം മേടിക്കുന്നതിനും കർമ്മ ട്രാൻസ്ഫർ. ഈ 3 മേഖലയിലൂടെയാണ് കർമ്മ ഈസി ആയിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പറയാറ്, ചെരുപ്പ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ കർമ്മ ശനിയുടെ കർമ്മ തീർന്നു എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇതും. പൈസ നമ്മൾ കടം ഇതേപോലെ തന്നെ പൈസ കടം വാങ്ങിച്ചാലും കൊടുത്താലും കർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയി എന്നർത്ഥം. ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കർമ്മയുടെ, ലോൺ എടുത്താലും കർമ്മയുടെ. അപ്പോൾ ഇതിനൊരു ബദൽ സംവിധാനം ഇനി മുതൽ, ഇനി ഇവിടെ നിന്ന് വരുന്ന അടുത്ത തലമുറ
നമ്മുടെ തിയറിയിലൂടെ അത് ഇപ്പോൾ എന്നെ കിട്ടില്ല, കാരണം എൻ്റെ അപ്പോയിൻമെൻറ്റ് ഒരു കൊല്ലത്തിന് മുകളിൽ ബുക്കിംഗ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വളരെ ചെറിയൊരു സംഖ്യ കൊടുത്തുകൊണ്ട് പൊരുത്തം നോക്കാൻ. ഇപ്പോൾ കുറേ പേരുണ്ടാവും ഇവിടെ, എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇവളത്തെ ഡിവോഴ്സ് ആവണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും. ഡിവോഴ്സ് ആയിട്ട് ഇത് എക്സാക്ട്ലി പ്രോബ്ലം എന്താണ്, അടുത്ത ഭാര്യ വരുമോ, ഇനിയൊരു കല്യാണം ഉണ്ടോ, വിവാഹ ജീവിതം ഉണ്ടോ അറിയാനുണ്ടാവും. അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞു പോയത്, വരാൻ പോകുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ, ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയല്ലേ, മക്കളുടെ സ്വഭാവം ഇങ്ങനെയെന്ന് പറയുമ്പോൾ അത് അതേ എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ സിനിമാ നടന്മാർ, നമ്മുടെ സിനിമാ നടന്മാരുടെ അപ്പോയിൻമെൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പറയാം. അവരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 2 കൊല്ലം മുമ്പ് ഇന്ന സ്ഥലത്ത് ഇന്ന സ്വഭാവമുള്ളൊരു പെണ്ണ് വന്നിരുന്നു, അപ്പോൾ അവരാലോചിച്ചിട്ട് യെസ് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുവിധം ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന വർഷത്തിൽ ഇങ്ങനൊരു പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണയത്തിലായ ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് തെറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വഭാവം മാറുന്നതിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ കാരണം എന്തായിരിക്കും? പ്രേമിച്ചിട്ടല്ല, പ്രേമിക്കാതെയും അല്ലാതെയും കല്യാണം കഴിച്ച കർമ്മ ആണെങ്കിലും താലി കെട്ടി കഴിയുമ്പോഴുള്ള സ്വഭാവം മാറുന്നു. അതാ പറഞ്ഞത്, അവിടെയാണ് ഈ കർമ്മ വർക്ക് ചെയ്യുന്നത്. ഈ കാർമിക് കണക്ഷൻ, അതായത് കർമ്മ എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യുന്നത് വിവാഹത്തിലൂടെയും വാക്ക് കൊടുക്കും. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, വാക്ക് കൊടുക്കലല്ലേ, വാഗ്ദാനമല്ലേ. ഈ വിവാഹത്തിൽ മന്ത്രം ചൊല്ലുന്ന, പണ്ടൊക്കെ മന്ത്രം ചൊല്ലുന്ന പരിപാടി ഉണ്ട്. ആ മന്ത്രത്തിലെല്ലാം പറയുന്നുണ്ട്, നിന്നെ ഞാൻ ജീവന്റെ ജീവനായി കരുതിക്കോളാം. പള്ളിയിൽ പറയുന്ന പോലെ നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ നിന്നോളാം, നിന്റെ കൂടെ തന്നെ നിൽക്കും, നിനക്ക് എന്ത് പ്രശ്നങ്ങളും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, നിനക്ക് തെറ്റുപറ്റിയ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നൊക്കെയുള്ള മന്ത്രങ്ങളും എല്ലാം ചൊല്ലിയിട്ടാണ് ഒരു പുരുഷന് ഒരു സ്ത്രീയെ കൊടുക്കുന്നത്. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നില്ലെന്ന് മാത്രം. പക്ഷെ അതെല്ലാം ഒരു പറച്ചില് മാത്രമേ കാണിക്കുന്നുള്ളൂ, ലൈഫിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പേര്, പിന്നെ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഏകദേശം ഒരു 500ഓളം വ്യക്തികൾ, എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിൽ 500ഓളം വ്യക്തികൾ ഡിവോഴ്സ് എന്തുകൊണ്ടായി അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പറഞ്ഞ് വന്നവരുണ്ട്. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയല്ലേ നിങ്ങളുടെ പെണ്ണിൻ്റെ സ്വഭാവം, ഭാര്യയുടെ സ്വഭാവം, ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ പറയുമ്പോൾ അതെ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് എനിക്ക് ഒരു മിത്രാത്മജൻ എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂർ ജില്ലയിൽ ഏതോ ഒരു മൂലയ്ക്കൽ, പുതുക്കാട് ഏതൊരു മൂലയ്ക്കിരിക്കുന്ന എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം പറയാൻ പറ്റുന്നത്, ക്യാരക്ടർ പറയാൻ പറ്റുന്നത്, സ്കിന്നിൻ്റെ കളർ പറയാൻ പറ്റുന്നത്, ശരീരത്തിലെ മറുക് പറയാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, അതെങ്ങനെയാണ് പുറത്തുള്ള ആൾക്ക് അറിയാൻ പറ്റുക. എൻ്റെ ജാതകം, അത് പുള്ളിയുടെ ജാതകമാണ് നമ്മുടെ കയ്യിലുള്ളത്, ആ ജാതകത്തിൽ ആളുടെ ഭാര്യനെ കുറിച്ച് നമ്മൾ പറയാണ്. അതെങ്ങനെ പറയാൻ പറ്റുന്നു? അതിൻ്റെ അർത്ഥം, അപ്പം ഞാൻ പറഞ്ഞു സുഹൃത്തെ, നിങ്ങൾക്ക് മുൻജന്മ കർമ്മയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഭാര്യ വന്നിട്ടുള്ളത്, അല്ലാതെ എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഭാര്യയുടെ കൂടെ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർന്നു പോകേണ്ടതായിരുന്നു, നിങ്ങൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 90% ആളുകളും പറഞ്ഞത് ശരി തന്നെയാണ്. തീർക്കാവുന്ന പ്രശ്നമുള്ളൂ, പക്ഷെ ആ സമയത്ത് അങ്ങനെ തോന്നി, അങ്ങനെ ആയിപ്പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പ്രണയത്തിലായിപ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു നോക്കിക്കുമ്പോൾ അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർന്ന് പോകത്തില്ല, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഒരു ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, നന്നായി പോകില്ല, അല്ലെങ്കിൽ കർമ്മ അനുസരിച്ച് മാറും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പ്രണയിച്ചിരിക്കുന്നവർ പെട്ടെന്ന് അത് പിരിഞ്ഞു പോവുമോ? അത് അങ്ങനെ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നല്ലൊരു പ്രപ്പോസൽ ഒന്നും വേണ്ട, ഇപ്പം അറേഞ്ച്ഡ് ആണെങ്കിൽ ചിലപ്പം വേണ്ടാന്ന് വെക്കാൻ പറ്റും, പക്ഷെ പ്രണയത്തിലായവരെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി വെക്കാനോ വേണ്ടാന്ന് വെക്കാനോ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അതെന്താ, എങ്ങനെ ഡിസിഷൻ ആയിരിക്കും അവരെടുക്കുക? അല്ല, ഞാൻ ഉദാഹരണം പറയട്ടെ, ഇന്ന് കേരളത്തിൽ എത്രയോ പ്രണയ വിവാഹങ്ങൾ തകർന്നിട്ടുണ്ട്. ഞാനൊരു ആസ്ട്രോളജറല്ലേ, എൻ്റെ ഒരു പ്രൂഫുണ്ട്, തെളിവുണ്ട്. ഇന്ന് ഏകദേശം 500, 600, 700ഓളം അപ്പോയിൻമെൻറ്റ്സ് എല്ലാം വന്ന് പ്രണയ വിവാഹങ്ങളാണ്. പ്രണയ വിവാഹങ്ങൾക്ക് എന്ത് പറ്റിയാണെങ്കിൽ ഞാൻ പറഞ്ഞു 11 കൊല്ലം പ്രേമിച്ചിട്ടും എന്ത് സംഭവിച്ചു എന്ന് വന്ന ആളും ഉദാഹരണം. പ്രണയം കൊണ്ട് വിവാഹം കഴിച്ചാലും ശരി, നിങ്ങൾ അറേഞ്ച് മാരേജ് ചെയ്താലും ശരി, നിങ്ങൾ ഇനി ഒരാളെ കൊണ്ട് ഒളിച്ചോടിയാലും ശരി, തിയറിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ നിങ്ങൾക്ക് വരൂ. പക്ഷേ നമുക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഞാനിപ്പോൾ ജാതകം 2 വർഷം മുമ്പേ തുടങ്ങിയതാണ് നമ്മൾ ഈ പരിപാടി, നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട്. അപ്പോൾ 2 കൊല്ലം മുമ്പും പ്രേമിക്കുന്നവർ വന്നിട്ടുണ്ടാവില്ലേ? അത് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് ഒരു പെണ്ണും പയ്യനും വന്നിട്ടുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ പൊരുത്തം നോക്കി, അന്ന് പൊരുത്തമൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി തുടങ്ങുന്നുള്ളൂ. ഞാൻ പൊരുത്തം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭൂമിയിൽ, പെണ്ണിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ പിറവെടുത്തുന്നത് ഇന്ന കർമ്മത്തിന് വേണ്ടിയിട്ട്, ഇന്ന ഇതിനാണ്, ടീച്ചിങ് മേഖലയിലാണ് പോകേണ്ടത്. ഈ പയ്യനോട് പറഞ്ഞു, നീ ഭൂമിയിൽ പിറവെടുത്തിരിക്കുന്നത് ഇന്ന കർമ്മയാണ്, ഇന്ന കർമ്മയാണ്, ഇന്ന കർമ്മയാണ്. ഈ കർമ്മം നീ ചെയ്തിട്ടില്ല, ഈ കർമ്മയും നീ ചെയ്തിട്ടില്ല. ഈ 2 കർമ്മയും ആക്ടിവേഷൻ ആയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സമാധാനം, സ്വസ്ഥത ഉണ്ടാവൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും, അതെല്ലാം ഓക്കെ, പക്ഷെ നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ മക്കൾക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അതായത് ഗോഡിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. നീ ചെയ്യുന്നുണ്ടോ
ചെയ്തോ, ഇല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മുടെ കർമ്മ കൊടുക്കും. അപ്പോൾ ഡോക്ടറാവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. നടക്കാണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളില്ല ഇതുപോലെ പാട്ടുകാരാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ട്, പണമില്ലായ്മ, പ്രശ്നങ്ങൾ മൂലം പാട്ടുകാരാവാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, തൻ്റെ മകളെ പാട്ടുകാരിയാക്കണമെന്ന് കരുതിയിട്ട് ആ മകളെ പാട്ട് പഠിപ്പിക്കുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കർമ്മ. അവരുടെ ഉള്ളിലുള്ള കർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് പാട്ട് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നില്ല അമ്മ? ഉണ്ട്. അതിൻ്റെ കാരണം ഇതാ, അത് അമ്മയുടെ കർമ്മ മകൾക്ക് ട്രാൻസ്ഫർ. അങ്ങനെ കർമ്മ മക്കൾ മൂലവും ട്രാൻസ്ഫർ ആവും. പണം മൂലം, വാക്ക്, കല്യാണം, വാക്ക് എഗ്രിമെൻറ്റിലൂടെ, സ്വത്ത്, ഭൂമി, അതിലൂടെ. അപ്പോൾ ഈ മൂന്നും. നാലാമത്തെയാണ് കുട്ടികൾ. കുട്ടികളുടെയും കർമ്മ ട്രാൻസ്ഫർ ആവും. അതുകൊണ്ടാണല്ലോ അച്ചാച്ചൻ്റെ മൂക്കും അച്ചാച്ചൻ്റെ കണ്ണും അമ്മാമ്മയുടെ ചെവിയും തലയും മുടിയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കർമ്മയും കിട്ടുന്നുണ്ട് എന്നർത്ഥം. ഈ കർമ്മ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് പറയാനുള്ള ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് പൊരുത്തം നോക്കിയാൽ, ഇപ്പോൾ ചേച്ചിയുടെ മകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ അവരുടെ മക്കൾക്ക് ഇനിയിപ്പോൾ പൊരുത്തം നോക്കണം, അല്ലെങ്കിൽ ഈ എൻ്റെ മകൾക്ക് നല്ലൊരു ദാമ്പത്യം വേണം, എൻ്റെ പോലെ ആവരുത്, നല്ല ദാമ്പത്യം വേണമെന്നുണ്ട്, വിവാഹങ്ങൾ ഒരുപാട് വരുമല്ലോ. ഇതിലേത് പയ്യനെ സെലക്ട് ചെയ്യുന്ന അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതിലേത് പയ്യനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓരോ വ്യക്തികളെ നിങ്ങളുടെ മോള് സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മകൻ സെലക്ട് ചെയ്യുന്നതും കർമ്മേനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, വിദേശത്ത് നിന്ന് ഒരാൾ വന്നാൽ മോളിങ്ങനെ ചിന്തിക്കും, ആ വിദേശത്തുള്ള ആളാണ്, ടെൻഷനില്ല, പൈസ കൊണ്ട് വരും, എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം. രണ്ട് ഈ ജോലിയും ഇല്ലാത്ത, കൂലിയും ജോലിയും ഇല്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചില പെണ്ണുങ്ങളുണ്ടാവും, എനിക്ക് ജോലിയുണ്ട്, ഭർത്താവിൻ്റെ കുറവ് അടിച്ചു വിളിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ അടിച്ചു വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പെണ്ണ് വന്ന് പറഞ്ഞ പോലെ, ഞാൻ ഭർത്താവിനെ സെലക്ട് ചെയ്തത് ഈ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ്. ഏത്, ഭർത്താവ് റിഗുലർ ജോലിയാണ്, മാസം തിരിച്ചു വരും. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വയ്യ. അപ്പോൾ ഒരുപാട് വിവാഹാലോചന, നല്ല വിവാഹാലോചന വന്നു, ഞാനതെല്ലാം ഒഴിവാക്കി. ഇങ്ങനെ ഒരു ഭർത്താവ് വന്നപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. കാരണം എന്താ, ഭർത്താവ് 2 മാസം കൊണ്ട് റിഗുലാണ് ജോലി, 2 മാസം കൂടുമ്പോൾ തിരിച്ച് നാട്ടിൽ വരുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിൽക്കണ്ട, എനിക്ക് എൻ്റെ അമ്മേനെ നോക്കി നിന്നാൽ മതി. അപ്പോൾ അമ്മേനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചും കല്യാണം കഴിക്കുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കുള്ള ഗുണം എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുടെ മകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ ഡിവോഴ്സ് ആകുമോ ഇല്ലയോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡിവോഴ്സ് ആവുകയാണ് എങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആവും, ഇവരുടെ രണ്ടുപേരുടെയും കർമ്മ എന്താണ് വന്നത്, ഇവർക്ക് ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ഇവരെ കർമ്മ ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് കർമ്മ ട്രാൻസ്ഫർ ആവുമെന്നും ഏത് ടൈപ്പിലുള്ള കുട്ടി ജനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിവോഴ്സ് ആകുമ്പോൾ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും എന്ത് കാരണം കൊണ്ട് ഡിവോഴ്സ് ആവുമെന്ന് പറയാൻ പറ്റും. അതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ഡിവോഴ്സ് ആവുക. നമ്മൾ എഴുതി കൊടുക്കും, പൊരുത്ത് നോക്കുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കും, ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ ഡിവോഴ്സ് ആവും, ഇന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇവൾ മൂലം അനുഭവിക്കേണ്ടി വരിക, ഇന്ന പ്രശ്നം മൂലമാണ് ഈ ഭർത്താവിൽ നിന്നും ഈ ഭാര്യ ഏറ്റെടുക്കേണ്ടത്. പീഡനമാണെങ്കിൽ പീഡനം, പ്രശ്നമാണെങ്കിൽ പ്രശ്നം. അതായത് ചില പെണ്ണുങ്ങളെ പുറത്തേക്ക് വിടില്ല, ചില ഭർത്താക്കന്മാർ ജോലിക്ക് വിടില്ല. അപ്പോൾ പറയും, നിൻ്റെ ഭർത്താവ്, ഈ ഹസ്ബൻഡ്, ഈ പുരുഷൻ ഇങ്ങനെയാണ്, ജോലിക്ക് വിടില്ല, ആൾ പണിക്ക് പോയിട്ട് സമ്പാദിക്കണം എന്നുള്ള ക്യാരക്ടറാണ്, അതുകൊണ്ട് ഭാര്യനെ ജോലിക്ക് വിടില്ല, അപ്പോൾ നീ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊടുക്കാറില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ എഴുതി കൊടുക്കും നമ്മൾ. ഈ കാരണം കൊണ്ടായിരിക്കും ഡിവോഴ്സ് ആവുക. വിത്ത് എഗ്രിമെൻറ്റ് നമ്മൾ എഴുതി കൊടുക്കും. സോ അങ്ങനെ ആർക്കും നമുക്ക് പറ്റില്ല. കേരളത്തിൽ ആരും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ തിയറി.